ആർ കെ, രാവിലെ മുതൽ തന്നെ വലിയ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ വരവ് നമ്മൾ കണ്ടതാണ്. പ്രമുഖർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സുരക്ഷ ഇപ്പോഴും അവിടെ തുടരുന്നുമുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രസംഗം അത് എപ്പോഴുണ്ടാകും? നിലവിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ഇപ്പോൾ ആ പ്രസംഗം നടക്കാനുള്ള സമയമായിട്ടുണ്ട്. 1 മണി മുതൽ 2 മണി വരെ എന്നുള്ളതാണ് ആ സമയത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഒരുപക്ഷെ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് കൂടുതൽ സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കേണ്ടി വന്നതുകൊണ്ട് അത് അല്പനേരത്തേക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ അഭിസംബോധനയ്ക്ക് ശേഷം അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം നടത്തുന്ന പ്രസംഗം, പ്രത്യേകിച്ച് BJPയുടെ പ്രഖ്യാപിത അജണ്ടകളിൽ സംഘപരിവാറിന്റെ നിലപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു രാമക്ഷേത്രം എന്നുള്ളത്. പതിറ്റാണ്ടുകൾ നീണ്ട ആ പതിറ്റാണ്ടുകൾ ആവർത്തിച്ച പല തെരഞ്ഞെടുപ്പുകളിലും അവർ ആവർത്തിച്ച ഈ വാഗ്ദാനമാണ് ഒടുവിൽ ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അത് ശ്രമിക്കാനായി എല്ലാവരും കാത്തു നിൽക്കുന്നു. ഒപ്പമാണ് കുബേർ ടില അദ്ദേഹം സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ളത്. ഏതാണ്ട് 2:15 അദ്ദേഹം കുബേർ ടില സന്ദർശിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണ്, പുരാതന ശിവക്ഷേത്രമാണ്. ഈ ശിവക്ഷേത്രവും വലിയ രീതിയിൽ കാലപ്പഴക്കത്തിൽ ഉള്ള തകർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും പുനരുദ്ധരിക്കാനും സംരക്ഷിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവ നടക്കുകയും പുരോഗമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ സന്ദർശനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 4 മണിക്കൂറാണ് ഇവിടെ ഈ ക്ഷേത്ര ഉദ്ഘാടനത്തിന് എത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാവുക എന്നാണ് ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് സമയം കൂടി ഇവിടെ ഉണ്ടാകും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഇവിടെ എത്തിയ എല്ലാവരുമായി ഒരു കൂടിക്കാഴ്ച കൂടി അദ്ദേഹം നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. നാളെ മുതൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് ഈ ഭക്തരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ഈ താൽക്കാലിക ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് 1 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരു ദിവസം ദർശനം നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതിനനുബന്ധമായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വിലയിരുത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉള്ള മേൽനോട്ടത്തിലാണ് ഇവിടുത്തെ പല വികസന പദ്ധതികളും നടത്തി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു അവലോകനം അദ്ദേഹം നടത്തും ഇവിടെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം ഏതാണ്ട് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആരതി വിധിപ്രകാരം ആരതി നടത്തിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് ഒരു സാധാരണ ക്ഷേത്രത്തിന്റെ രൂപഭാവാദികൾ വന്നു കഴിഞ്ഞു. ഇനിയുള്ളത് പൂജകളാണ്. ആ ദിനപൂജകൾ യഥാവിധി ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി മുതൽ തുടരുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിരം പൂജാവിധി ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരിക്കുന്നു. അതനുസരിച്ച് 3 ആരതികളാണ് ഉണ്ടാവുക. ഈ ആരതികളിൽ ഉച്ച ആരതിയോടുകൂടിയാണ് ആരതി ആരംഭിച്ചിരിക്കുന്നത്. ബാലകനായ രാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആ വിഗ്രഹത്തിന് പ്രഭാവലയമായിട്ട് 10 അവതാരങ്ങളുടെ, വിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെ രൂപവും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. താമരയിലാണ് ഈ രാംലല്ല തയ്യാറാക്കിയിരിക്കുന്നത്. വിഗ്രഹത്തിന്റെ വലിപ്പം താൽക്കാലിക ക്ഷേത്രത്തിലെ രാംലല്ലയുമായി വച്ചു നോക്കുമ്പോൾ വളരെ വലുതാണ്. താൽക്കാലിക രാംലല്ലയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നു. താൽക്കാലിക രാംലല്ലയോട് അനുവാദം വിധിപ്രകാരം ചോദിച്ച് തേടിയതിനു ശേഷമാണ് പ്രാണപ്രതിഷ്ഠയിലേക്ക് കടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മറ്റ് 4 പേരും സഹയജമാനരായി അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ടാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ സാധിച്ചു എന്നത് വലിയൊരു നേട്ടം എന്ന രീതിയിൽ വിലയിരുത്തപ്പെടാം.